എൻഡിഎ കേരള പദയാത്ര മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി പദയാത്ര നയിച്ചു. പദയാത്ര ബിജെപി മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പദയാത്രയുടെ ഭാഗമായത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അഭാവത്തിൽ പദയാത്ര ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി നയിച്ചു. കേരള പദയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് പദയാത്ര ഉദ്ഘാടനം ചെയ്ത ബിജെപി മുൻ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. വെന്റിലേറ്ററിലായ കോൺഗ്രസ് ദേശീയതലത്തിൽ ഓക്സിജനായി മല്ലടിക്കുകയാണെന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Political existence of this grand old party, that is Congress party, is on ventilator. But the ego of their leaders are on accelerator. And unfortunately, they are getting some oxygen from some places. That is why their ego and their frustration is on peak. പിണറായി സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിയായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസംഗം. പിണറായി മാസപ്പടി വാങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ പിച്ചച്ചട്ടി എടുക്കുകയാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പിണറായി വിജയന്റെ ഭരണത്തിൽ അഴിമതി മാത്രമാണ്. മാസപ്പടി കമ്പനി കോയമ്പത്തൂരിൽ ബാംഗ്ലൂരിൽ പൂട്ടി മകൾ വീണ വീട്ടിൽ വന്ന് ക്ലിഫ് ഹൗസിൽ പിണറായി ഉണ്ടാക്കിയ കുളത്തിൽ നീന്തി കുളിച്ച് മോള് മാസപ്പടി വാങ്ങിയാണ് പിണറായി വിജയൻ. എന്ത് പറയാനുണ്ട് സഖാക്കൾക്ക്? പിണറായി വിജയൻ മാസപ്പടി വാങ്ങുന്നു, ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, പെൻഷൻ പോലും കിട്ടാത്ത പട്ടിണി കിടക്കുന്ന ഈ നാട്ടിൽ അരിയക്കുട്ടി അമ്മമാർ പിച്ചച്ചട്ടിയുമായി തെണ്ടി നടക്കുന്ന സന്ദർഭത്തിൽ വീണയുടെ വാപ്പ വീണ വഹിക്കുന്ന നാടായി കേരളം അധപ്പതിച്ചിരിക്കുന്നു. നാളെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ് പദയാത്ര. ജനം, മലപ്പുറം.